രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് കേരളത്തിന്റെ വിനോദസഞ്ചാര ടാഗ്ലൈനാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും ശാന്തതയും കാരണം ഈ പേര് കേരളത്തിന് അനുയോജ്യമായി കണക്കാക്കുന്നു. കേരളം അതിമനോഹരമായ ബീച്ചുകൾ, ഹിൽ സ്റ്റേഷനുകൾ, വെള്ളച്ചാട്ടങ്ങൾ, നദികൾ, തടാകങ്ങൾ എന്നിവയാൽ അനുഗ്രഹീതമായ ഒരു നാടാണ്. കൂടാതെ പുരാവസ്തു ശേഖരങ്ങളും പുരാതന കൊട്ടാരങ്ങളും കേരളത്തിലേക്ക് വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നു. 1989 കേരള ടൂറിസം വകുപ്പ് വാൾട്ടർ മെൻഡസ് എന്ന പരസ്യ ഏജൻസിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറുടെ സഹായത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ടാഗ് ലൈൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കേരളത്തിലെ ടൂറിസത്തിന്റെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഡോക്ടർ വി വേണുവിന്റെ ലേഖനത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. 70കളുടെ അവസാനത്തോടെയാണ് കേരളത്തിലെ ടൂറിസം രംഗം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നത്. ടൂറിസം വകുപ്പ് രൂപീകരിക്കുന്നു, ജില്ലാ ആസ്ഥാനങ്ങളിലെ അതിഥി മന്ദിരങ്ങൾ രൂപീകരിക്കുന്നു, തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ടൂറിസത്തിനായി വിട്ടുകൊടുക്കുന്നു, ടൂറിസം വികസന വകുപ്പിന്റെ രൂപീകരണം എന്നിവയെല്ലാം തന്നെ ഈ മേഖലയിൽ ഒട്ടേറെ ചലനങ്ങൾ ഉണ്ടാക്കി. തന്നെയല്ല, ഉൽപാദനക്ഷമതയുള്ള ഒരു മേഖലയായിട്ട് ടൂറിസത്തെ സർക്കാർ പരിഗണിച്ചു തുടങ്ങിയത് 70കളുടെ അവസാനത്തോടു കൂടിയാണ്. അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് കേരളം ശ്രദ്ധിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിലാണ്. കോവളത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പരിചയപ്പെടുത്തുന്നതിന് കേണൽ ഗോധവർമ്മ രാജ നിർണായക പങ്കുവഹിച്ചതായിട്ട് ലേഖകൻ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തില് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ഈ ഘട്ടത്തിൽ സജീവമായി നടന്നിരുന്നു. ഇന്ത്യ ടൂറിസം വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ കേരളത്തിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ അശോക് ബീച്ച് റിസോർട്ട് ആരംഭിച്ചത് ഇതിന് ഉദാഹരണമാണ്. പ്രശസ്ത വാസ്തുശില്പി ചാൾസ് കോറിയ രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ ആ ഹോട്ടൽ കേരളത്തിന്റെയും കോവളത്തിന്റെയും ടൂറിസം വികസനത്തിലെ നാഴികക്കല്ലായി മാറി. ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ടൂറിസം വികസനത്തിലെ പ്രതിസന്ധിയായി സർക്കാർ ആദ്യം തിരിച്ചറിഞ്ഞത്. സഞ്ചാരികൾക്കുള്ള താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. തേക്കടിയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിച്ചതായും റെയിൽവേ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും ലേഖകൻ നിരീക്ഷിക്കുന്നുണ്ട്. സാംസ്കാരിക രംഗത്തെ നവോത്ഥാനം ഒട്ടനവധി സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിച്ചു. കോവളം വിനോദസഞ്ചാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മാറി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പോലെ തന്നെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ച പ്രചാരണവും ഈ മേഖലയുടെ വികസനത്തിനുള്ള നയങ്ങളിലൊന്നായി സർക്കാർ സ്വീകരിച്ചുവെന്ന് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പരസ്യ കമ്പനികളുടെ സഹായത്തോടെ ശാസ്ത്രീയമായ പ്രചാരണ രീതികൾ സർക്കാർ ആരംഭിച്ചു. കേന്ദ്ര സഹായത്തോടെ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സംസ്ഥാന ബജറ്റിൽ ടൂറിസത്തിന് കൂടുതൽ തുക വകയിരുത്തുകയും ചെയ്തു. സ്വകാര്യ മേഖലയുടെ പിന്തുണ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേഖലയ്ക്ക് വ്യാവസായിക പദവി നൽകുകയും ചെയ്തു. കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം നൽകുന്ന യാത്രീ നിവാസ്, വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് ബോട്ടുകൾ തുടങ്ങിയ നവീന പദ്ധതികൾ സർക്കാർ ആരംഭിച്ചു. 80കളിലാണ് ടൂറിസം രംഗത്ത് വികേന്ദ്രീകരണം നടക്കുന്നത്. അതായത് ടൂറിസത്തിന്റെ സാധ്യതകളെ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരുന്നു. ചെറുകിട ടൂറിസം, തദ്ദേശ ടൂറിസം എന്നിവ വളർത്തുന്നതിനായി ജില്ലാ ടൂറിസം കൗൺസിലുകൾ ആരംഭിക്കുന്നു. വികേന്ദ്രീകൃത ടൂറിസം വികസന സംരംഭങ്ങൾ എന്ന നിലയിലും ബഹുജന സമിതികൾ എന്ന നിലയിലും ഈ ജില്ലാ സമിതികൾ പ്രവർത്തിച്ചു.
അറിയപ്പെടാതെ കിടന്നിരുന്ന പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ ഇങ്ങനെ സഞ്ചാര കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ ഘട്ടത്തില് ഈ മേഖലയിലെ പ്രൊഫഷണലിസത്തിന്റെ സാധ്യതയെ സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി ടൂറിസവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കുന്നതിന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് KITTS സ്ഥാപിച്ചു. പുതുമയാർന്ന പ്രചരണം ഒരു തന്ത്രമാക്കി മാറ്റി. ഗ്രേറ്റ് എലിഫന്റ് മാർച്ച് എന്ന ടൂർ പാക്കേജ്, നിശാഗന്ധി നൃത്തോത്സവം, ഭക്ഷ്യമേളകൾ തുടങ്ങിയവ ആരംഭിച്ചു. ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ ഇവ പ്രചരിപ്പിക്കുന്നതിന് പരസ്യങ്ങൾ നൽകി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകം രൂപപ്പെട്ടു. ഒരർത്ഥത്തിൽ കേരളത്തെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഘട്ടമായിരുന്നു അത്. 90കളില് ടൂറിസം രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ ടൂറിസത്തിനായി മാറ്റിവെക്കുന്ന തുകയിൽ വർധനവ് പ്രകടമായിരുന്നു. ഈ മേഖലയിലെ നിക്ഷേപ സാധ്യത സ്വകാര്യ മേഖലയെ ആകർഷിച്ചു. കുമരകം, മൂന്നാർ, കൊല്ലം എന്നീ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർന്നു. ആദ്യമായി അന്താരാഷ്ട്ര ചാർട്ടർ വിമാന സർവീസ് കേരളത്തിൽ ആരംഭിക്കുന്നതും ഈ ഘട്ടത്തിലാണ്. ഇത് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ വരവ് വർദ്ധിപ്പിച്ചു. പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാർ യൂറോപ്പിലും സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിലും വൈവിധ്യമാർന്ന പാക്കേജുകൾ പ്രചരിപ്പിച്ചു. ഇത്തരം പാക്കേജുകളിലൂടെ ഉയർന്ന നിരക്കിൽ മുറികൾ എടുക്കാൻ ടൂറിസ്റ്റുകൾ തയ്യാറായതോടെ സ്വകാര്യ സംരംഭകർ ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു. 1994-97 കാലഘട്ടത്തിൽ ഒരു ചാർട്ടർ ഡെസ്റ്റിനേഷനായി കേരളം മാറുന്നതായി നമ്മൾ കണ്ടു. ടൂറിസത്തിലെ വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചും ലേഖകൻ വിശദീകരിക്കുന്നുണ്ട്. ബീച്ച് ടൂറിസം, ബാക്ക് വാട്ടർ ടൂറിസം എന്നിങ്ങനെ ടൂറിസത്തിൽ വകഭേദങ്ങൾ ഉണ്ടായി. ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പരമ്പരാഗത കെട്ടുവള്ളങ്ങൾ, ഹൗസ് ബോട്ട് എന്ന നിലയിലേക്ക് മാറി. ഈ പരിഷ്കരണം പ്രശംസ പിടിച്ചുപറ്റി. ഇത്തരം വൈവിധ്യങ്ങൾ വലിയ ചലനങ്ങളാണ് ഈ രംഗത്ത് ഉണ്ടാക്കിയത്. കൊച്ചിയിൽ നിന്ന് വേമ്പനാട്ട് കായൽ വഴി കുമരകത്തേക്കും കുട്ടനാടൻ ജലപാതകൾ വഴി ആലപ്പുഴയിലേക്കും ബാക്ക് വാട്ടർ ടൂറിസം വ്യാപിച്ചു. അഷ്ടമുടി കായലിലും ബോട്ട് സവാരിയും ഹൗസ് ബോട്ടുകളും ആരംഭിച്ചു. ഇതേ തുടർന്ന് കുട്ടനാടൻ ഗ്രാമ ദൃശ്യങ്ങളും വള്ളങ്ങളും കേരള ടൂറിസത്തിന്റെ ചിഹ്നങ്ങളായി പതിയെ മാറി. കേരളീയ ശൈലിയിലുള്ള കായലോര ടൂറിസ്റ്റ് റിസോർട്ടുകൾ സഞ്ചാരികൾക്ക് നവ്യ അനുഭവമാണ് നൽകിയത്. ആയുർവേദമായിരുന്നു മറ്റൊരു ആകർഷണീയത. ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ മാത്രമല്ല, സുഖചികിത്സാ സങ്കേതങ്ങളും ഉടലെടുത്തു. പരമ്പരാഗത ചികിത്സാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലുകളിലും ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമായി. കേരളത്തിന്റെ ടൂറിസം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തവും പുതുമയാർന്നതുമാണ്. വൻകിട ഹോട്ടലുകൾക്ക് പകരം ഇടത്തരം ഹോട്ടലുകളാണ് കേരളത്തിലെ പ്രത്യേകമായ ആകർഷണം. തനതായ ശൈലിയിലുള്ള വാസസ്ഥലങ്ങളും ഗ്രാമീണ രംഗങ്ങളുടെ ചാരുതയും പാരമ്പര്യ കലകളുമെല്ലാം ചേർന്ന് കേരളത്തിലെ ടൂറിസം സവിശേഷമായ അനുഭവമാണ് നൽകുന്നത്. 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും താരതമ്യേന ഭേദപ്പെട്ട റോഡ് റെയിൽ സൗകര്യവും ഉള്ളതിനാൽ കേരളത്തിന് ഈ രംഗത്ത് ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ടൂറിസം മൂലം സമൂഹത്തിലുണ്ടാകുന്ന പരിസ്ഥിതി നാശം, അനാശാസ്യ പ്രവർത്തനങ്ങളുടെ വളർച്ച, ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണവും പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രിതമായ ഉപയോഗവും സ്വകാര്യ മേഖലയ്ക്ക് വേണ്ട പ്രോത്സാഹനവും ഒരുപോലെ നൽകിയാല് 21ാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മേഖലകളിൽ ഒന്നാകാൻ ടൂറിസത്തിന് സാധിക്കുമെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.